ഹലോ. അപ്പോഴേ ഞാനിന്ന് വിചാരിച്ചേ എല്ലാവർക്കും എളുപ്പത്തിലുള്ളൊരു കറി ഉണ്ടാക്കി കാണിച്ചാലോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ച് സവാള ഒന്നും വഴറ്റാതെ തന്നെയാണ് ഈ ഒരു കറി ഉണ്ടാക്കണത് കേട്ടോ. നിങ്ങൾ വിചാരിച്ച് സവാള വഴറ്റിയില്ലെങ്കിൽ എന്താണ്, കുറേ തേങ്ങാപ്പാൽ വേണ്ടി വരും ഈ ഒരു കറിക്ക്. വേണ്ട കേട്ടോ, ഒരു ലേശം തേങ്ങ മതി. ഈ ലേശം തേങ്ങ കൊണ്ടിട്ട് എങ്ങനെ നല്ലൊരു കുറുകനെയുള്ള പാൽക്കോഴി ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് കേട്ടോ. ഈ ഒരു പാൽക്കോഴി നൈസ് പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 2.5 കിലോ കോഴി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ള കളർ കറിയല്ലേ, അപ്പം ഞാൻ വിചാരിച്ച് കറുത്ത ചട്ടിയിൽ ഈ പാൽക്കോഴി ഉണ്ടാക്കി നല്ല ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ചട്ടിയിലോട്ടാണ് കേട്ടോ ചിക്കൻ ഇട്ട് കൊടുത്ത്. ഇനി ഇതിലേക്ക് ഒരു 3 സവാള അരിഞ്ഞതും അതേപോലെ തന്നെ 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ നമ്മളിതിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 150 ഗ്രാം പച്ചമുളക് നല്ല എരിവുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബേ ലീഫും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഒരു പിഞ്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കണക്കാട്ടും മുമ്പ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഞാനിത് കടയിലേക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കണത്. നമ്മുടെ വീട്ടിൽ നോമ്പാണ് എല്ലാവർക്കും. അപ്പം ഞാൻ വിചാരിച്ച് അവർക്ക് നോമ്പ് തുറക്കുമ്പോൾ ഈ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണിത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മളുടെ കടയിൽ ഇങ്ങനത്തെ ഒരു കറിയൊന്നും പോകുന്നില്ല, എരിവുള്ള കറിയാണ് പോണത്. ഇപ്പോൾ റംസാൻ മാസമായിട്ട് നോമ്പ് തുറന്നൊക്കെ കഴിയുമ്പോൾ നാസ്ത കഴിക്കുന്ന സമയത്ത് എരിവുള്ള കറിയൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു കറി വെക്കണമെങ്കിൽ നാസ്തയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി കുഴച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ട് ഞാനിപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചേക്കണത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചവ്വരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരമുറി തേങ്ങയുടെ കുറച്ച് മാത്രം ചിരകി എടുത്തുള്ളൂ കേട്ടോ. അത് ഞാൻ എൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരമുറി ഫുള്ളായിട്ടൊന്നും ചിരണ്ടിയില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരിന്ന് ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുതിർത്തിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തികഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ വേവിക്കാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് കുത്തിയൊക്കെ നോക്കണ്ട കേട്ടോ, വെന്തിട്ടുണ്ടോ നോക്കണേന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ചിക്കന്. അപ്പം ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത ഒരു തേങ്ങയും ചവ്വരിയും കൂടിയുള്ള മിക്സില്ലേ, അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എത്രത്തോളം നമുക്ക് ഗ്രേവി വേണമെന്ന് നോക്കിയിട്ട് ഇനി രണ്ടാമത്തെ പാലും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട്, അതായത് രണ്ടാമത്തെ ഒരു തേങ്ങ ഉണ്ടാവുമല്ലോ അതും കൂടി പിഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് ഇനിയും വേണമെന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചാറിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ബാക്കി വന്ന തേങ്ങ ഒന്നും കൂടി പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ല ചൂട് സമയത്ത് ചവ്വരിയൊക്കെ കഴിക്കണത് ശരീരത്തിന് നല്ല തണുപ്പായിരിക്കും കിട്ടുന്നത്. പിന്നെ ബാക്കി വന്ന ചവ്വരിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കറിക്കൊക്കെ നല്ല കൊഴുപ്പ് കിട്ടാനും ചവ്വരി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് ഒഴിച്ചാൽ പോരെയെന്ന്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷമാണ് മൈദപ്പൊടിയൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കറിയൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് കാണിക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയിലാണ് കിട്ടിയേക്കുന്നത്. കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് താളിപ്പും കൂടി നടത്താം കേട്ടോ, എന്നാലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതേപോലെ കറി വെക്കണമെങ്കിൽ അധികം തേങ്ങയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതൊന്ന് താളിച്ച് എടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതേ പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുത്തേക്കണം. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി 2-3 കഷ്ണം എടുത്തത് അതും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചുമന്നുള്ളിയും കൂടി ഇടുമ്പോൾ നല്ല മണമുണ്ട് നെയ്യിലേക്ക് ചേർക്കുമ്പോൾ. ഇനി ഇതൊന്ന് വറുത്ത് എടുത്തിട്ട് അതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്കില്ലേ കുറച്ച് അധികം തന്നെ വറ്റൽമുളക് ചേർത്ത്, വറ്റൽമുളക് നെയ്യിലൊക്കെ മൂപ്പിച്ചതിന് ശേഷം ഇല്ലേ കറിയിലേക്ക് ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഓരോന്ന് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയാമോ, വറ്റൽമുളകിൻ്റെ ഉള്ളിൽ നിന്ന് ആ നെയ്യൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പം നമ്മുടെ പാൽക്കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്ക്. എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു പാൽക്കോഴി. അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻ്റൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇത്ര നേരം വീഡിയോ കണ്ടതിന് ഒരിക്കൽ കൂടി താങ്ക് യു കേട്ടോ.